Morning, ma'am. Good morning. Good morning, ma'am. Good morning. ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സില് ഓപ്പറേഷൻ തിയേറ്റർ അല്ലേ പഠിച്ചുകൊണ്ടിരുന്നത്? ഓക്കെ, എവിടെ വരെ എടുത്ത് നിർത്തിയത് കഴിഞ്ഞ ക്ലാസ്സില്? ഓപ്പറേഷൻ റൂമുമായി ബന്ധപ്പെട്ട പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? പോളിസി പറഞ്ഞു, അടുത്ത ഭാഗം പറഞ്ഞില്ലേ? Each operating room varies depending on the type of surgery being done. Zoning മുതൽ ഇനി എടുക്കാം. ഓക്കെ, ഇത്രയും ഭാഗം ക്ലിയർ ആണല്ലോ? ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മൾ അടുത്ത ഭാഗം നോക്കാണ്. സോണിംഗ് ദ ഓപ്പറേഷൻ തിയേറ്റർ. ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ട നമ്മൾ കുറച്ച് കാര്യങ്ങൾ അടുത്തതായിട്ട് പഠിക്കുന്നുണ്ട്. ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആകുമ്പോൾ അത് നമ്മൾ പല പല ഭാഗങ്ങളായിട്ട് തിരിച്ച് സോൺ ചെയ്യാൻ തന്നെ വേർതിരിച്ചാണ് ഒരു ഓപ്പറേഷൻ തിയേറ്ററിലെ പ്രൊസീജിയേഴ്സ് പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. അത് എന്താണ് ഓരോ സോണിനും നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. ഒരു 4 സോണായിട്ടൊക്കെ തിരിക്കുന്നുണ്ട്. പ്രൊട്ടക്റ്റീവ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ ആൻഡ് ഡിസ്പോസൽ സോൺ. ഈ 4 സോണിന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി ബോക്സ് ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട് കേട്ടോ. നോക്കി, ദ ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട് അല്ലെങ്കിൽ OT സ്യൂട്ട് ഈസ് എ പൊട്ടൻഷ്യൽ സോഴ്സ് ഓഫ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ ഇൻ ജനറൽ and wound infection in particular. അല്ലെ, ഒരു ഹോസ്പിറ്റൽ ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട് എന്ന് പറയുന്നത് ആ ഒരു റൂമിനെ തന്നെയാണ് ഇവിടെ പറയുന്നത്. ആ ഒരു ഓപ്പറേഷൻ തിയേറ്റർ അല്ലെങ്കിൽ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ട സ്യൂട്ട് അല്ലെങ്കിൽ ആ ഒരു റൂം എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ സോഴ്സ് ഓഫ് എന്താ, സാധ്യതയുടെ ഉറവിടം. എന്തിനു വേണ്ടിയിട്ടുള്ള സാധ്യതയാണ്? ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻസ്, അണുബാധകൾ, ഹോസ്പിറ്റൽ അണുബാധകൾ ഉണ്ടാവാനായിട്ട്. അതായത് പൊതുവായ അണുബാധകളാവാം, ജനറൽ ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ആവാം, വൗണ്ട് ഇൻഫെക്ഷൻ ഇൻ പർട്ടിക്കുലർ. എന്താണ് പ്രത്യേകമായിട്ടുള്ള വൗണ്ട് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ നമ്മുടെ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് ഒക്കെ എന്നൊക്കെ പറയും അല്ലെ. അങ്ങനെയുള്ള ഇൻഫെക്ഷൻസും അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ അണുബാധകളൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുള്ള ഒരു ഉറവിടമാണ് ശരിക്കും ഒരു ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട് അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ തിയേറ്റർ റൂം എന്ന് പറയുന്നത്. കാരണം എന്താ, പലതരത്തിലുള്ള പേഷ്യൻസ് ആണ് നമ്മളൊരു ഓപ്പറേഷന് വേണ്ടിയിട്ട് അവിടെ കൊണ്ടുവരുന്നത് അല്ലെ. പല രീതിയിലുള്ള സർജറി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പല രീതിയിലുള്ള ഇൻഫെക്ഷൻസ് വരാനും സാധ്യത വളരെ കൂടുതലാണ്. Then the suit should be planned with the aim of reducing the risk of hospital infection being brought into the suit. ഇനി എന്താ, എപ്പോഴും ഈ പറയുന്ന സ്യൂട്ട് അല്ലെങ്കിൽ ആ ഒരു ഓപ്പറേഷൻ തിയേറ്റർ റൂം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം ആസൂത്രണം ചെയ്യേണ്ടത്? The aim of reducing the risk of hospital infection being brought into the suit. ഈ ഒരു റൂമിലേക്ക് വരുന്ന ആളുകൾക്ക് യാതൊരു രീതിയിലുമുള്ള ഇൻഫെക്ഷൻസ് അധികം വരാൻ പാടില്ല അല്ലെ. ആ ഇൻഫെക്ഷൻസ് കുറയ്ക്കുന്നതിന് വേണ്ടി അല്ലെ, ആ അണുബാധയുടെ സാധ്യത കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ആസൂത്രണം ചെയ്തായിരിക്കണം ഈ ഓരോ ഓപ്പറേഷൻ റൂമുകളും സെറ്റ് ചെയ്യാനായിട്ട്. ക്ലിയർ ആണോ? വേഗം ഒന്ന് വായിച്ചു നോക്കിയാ 2 പോയിന്റ്സ്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. വെറുതെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അടുത്തതാണ് നിങ്ങളൊന്ന് നോട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ ആണെങ്കിൽ ഒന്ന് കമ്പിട കേട്ടോ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ജനറൽ പ്രിൻസിപ്പിൾസ് ആണ്. അതായത് ഒരു ഓപ്പറേഷൻ തിയേറ്റർ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ സ്യൂട്ടില് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇൻഫെക്ഷൻസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കുറയ്ക്കുന്നതിന് വേണ്ടി പാലിക്കേണ്ട പൊതുവായിട്ടുള്ള ചില തത്വങ്ങളുണ്ട് അല്ലെങ്കിൽ ജനറൽ പ്രിൻസിപ്പിൾ ഉണ്ട്, ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള പ്രിൻസിപ്പിൾ. അത് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാ പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് ക്ലീൻ ഫ്രം ഡർട്ടി ട്രാഫിക്. എന്നതുകൊണ്ട് എന്തായിരിക്കും ഉദ്ദേശിക്കുക? ക്ലീൻ ഫ്രം ഡർട്ടി ട്രാഫിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഒത്തിരി ആളുകളെ അങ്ങ് കടത്തിവിടോ? ഒത്തിരി ആളുകളെ കടത്തിവിടോ?
ഇല്ല അല്ലെ, വളരെ ചുരുക്കിയ അല്ലെങ്കിൽ വളരെ അത്യാവശ്യമുള്ള ആളുകളെ മാത്രമാണ് ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കടത്തിവിടുക അല്ലെ. അത് തന്നെയാണ് ഈ ഒരു വേർഡിന്റെ മീനിങ്. ക്ലീൻ ഫ്രം ഡർട്ടി ട്രാഫിക് എന്ന് പറഞ്ഞാല് അവിടെ നമ്മൾ ആളുകളുടെ മൂവ്മെന്റ്, ഇപ്പൊ ആളുകളുടെ ആവാം, പീപ്പിൾസിന്റെ ആവാം, അല്ലെങ്കിൽ എക്യുപ്മെന്റ്സിന്റെ ഒക്കെ മൂവ്മെന്റിനെ മിനിമൈസ് ചെയ്യുക അല്ലെങ്കിൽ കുറയ്ക്കുക. എന്തിനു വേണ്ടി അത് കുറയ്ക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ഒത്തിരി ആളുകൾ കയറിയാൽ അല്ലെങ്കിൽ ഒത്തിരി ആവശ്യമില്ലാത്ത ഉപകരണങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാല് വളരെ വൃത്തിയായിട്ടിരിക്കുന്ന ഇടം പല രീതിയിലും എന്താണ് കണ്ടാമിനേറ്റഡ് ആവാനായിട്ടുള്ള അല്ലെ, അതെ, പല രീതിയിലുമുള്ള എന്താണ് മലിനമാവാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലായിരിക്കും അല്ലെ. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആ റൂം അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെന്റ്, അന്തരീക്ഷത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ, ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഒത്തിരി ആളുകളെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാറില്ല, ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കടത്തിവിടാറില്ല. വളരെ അത്യാവശ്യമായിട്ടുള്ള വളരെ വേണ്ടപ്പെട്ട ആളുകളെ മാത്രമാണ് നമ്മളവിടെ കുറയ്ക്കുന്നത്. അതിനുവേണ്ടി ആളുകളുടെയൊക്കെ എണ്ണം, അതിന്റെ ആ ഒരു ഫ്ലോ, അതിലേക്കുള്ള ആ ഒരു മൂവ്മെന്റിനെ നമ്മൾ വളരെയധികം മിനിമൈസ് ചെയ്യുന്നു അല്ലെ. അതാണ് ഇവിടെയും പറയുന്നത്. നോക്കി എന്താണെന്നുള്ളത്, ഫ്ലോ within the operation theatre suite should be kept apart as best as possible അല്ലെ. അവിടേക്കുള്ള ആളുകളുടെ ആ ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും എന്താ കഴിയുന്നത്ര മികച്ച രീതിയിൽ എന്ത് ചെയ്യണം, വളരെ സൂക്ഷിച്ച് എന്ത് ചെയ്യണം, മാറ്റി നിർത്തേണ്ടവരെ മാറ്റി തന്നെ നിർത്തണം അല്ലെ. ഒരിക്കലും എല്ലാവരെയും അങ്ങ് കടത്തിവിടുകയല്ല ചെയ്യുന്നത്. കഴിയുന്നത്ര മാക്സിമം എത്രത്തോളം നല്ല രീതിയിൽ അവരെ നമുക്ക് അവോയ്ഡ് ചെയ്ത് അല്ലെങ്കിൽ മാറ്റി നിർത്താൻ സാധിക്കുമോ അങ്ങനെ വരുന്ന ആ ഒരു ഓവർഫ്ലോ അല്ലെങ്കിൽ ട്രാഫിക്കിനൊക്കെ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. Spaces in the suite have to be arranged in such a way that while moving from one space to another, there should be a constant progression of cleanliness from entrance of operation theatre suite to the operating room. ഇനി എന്താ പറയുന്നത് ഇവിടെ? രണ്ടാമതായി പറയുന്നത് നമ്മൾ ആ ഒരു ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ടിനുള്ളിൽ അല്ലെങ്കിൽ ആ ഒരു റൂമിനുള്ളിൽ എങ്ങനെയായിരിക്കണം അവിടുത്തെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടത്. while moving from one space to another, അതായത് ഓപ്പറേഷൻ തിയേറ്ററിലേക്കുള്ള ആ ഒരു എൻട്രൻസ് അല്ലെങ്കിൽ ആ ഒരു പ്രവേശന കവാടം മുതല് നമ്മൾ അടുത്തടുത്ത ഇടങ്ങളിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ടാവുമല്ലോ അല്ലെ. ചിലരൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ, ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ പോയിട്ടുള്ളവരായിരിക്കും. നമ്മൾ കയറുന്ന സ്ഥലത്ത് തന്നെ ഉടനെ നമ്മൾ ആ ഒരു ഓപ്പറേഷൻ തിയേറ്റർ ചെയ്യുന്ന മേജർ റൂമിലേക്കാണോ പോകുന്നത്? ആണോ? മെയിൻ എൻട്രൻസ് കഴിഞ്ഞാൽ അല്ല അല്ലെ, ഇടങ്ങളിലേക്ക് നമ്മൾ ഇങ്ങനെ കൊണ്ടുപോകും അവിടെ നിന്ന് അല്ലെ. അപ്പൊ ആ ഒരു ലാസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും അറ്റത്ത് അല്ലെങ്കിൽ ഏറ്റവും അകത്തായിരിക്കും നമ്മൾ ആ ഒരു പ്രൊസീജിയർ ചെയ്യുന്ന പ്രൊസീജിയർ റൂം എന്ന് പറയുന്നത്. നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിന്റെ അല്ലെങ്കിൽ ആ ഒരു സ്യൂട്ടിന്റെ പ്രധാന പ്രവേശന കവാടത്തിൽ നിന്നും നമ്മൾ ഓരോ ഇടങ്ങളിലേക്കും ഒരു സ്പേസിൽ നിന്ന് മറ്റൊരു സ്പേസിലേക്ക് പോകുന്ന സമയത്ത് അവിടെ കോൺസ്റ്റന്റ് പ്രോഗ്രഷൻ ഓഫ് ക്ലീൻലിനെസ് എന്ന് വെച്ചാൽ എന്താ, ഒരു നിരന്തരമായ ഒരു വൃത്തിയുള്ള ഒരു നിരന്തരമായ ഒരു വൃത്തിയിൽ ഒരു പുരോഗതി ഉണ്ടായിരിക്കണം. അതായത് ഓരോ സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അത് വളരെ വൃത്തിയുള്ള ഇടങ്ങളായിട്ട് തന്നെയായിരിക്കണം കീപ്പ് ചെയ്യുന്നത്. അതാണ് അവിടുത്തെ സ്പേസുകളിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അല്ലാതെ ഒരിക്കലും ഒരു ക്ലീൻ ആയിട്ടുള്ള ഇടത്ത് നിന്ന് ഒരു ഡർട്ടി ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാത്ത ഒരു ഇടത്തേക്ക് പോകാൻ പാടുണ്ടോ? ഇല്ല അല്ലെ. അപ്പോഴും നമുക്ക് ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലെ. ഇപ്പൊ എപ്പോഴും ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഫസ്റ്റ് പോയിന്റിൽ എന്താ പറഞ്ഞത്? ക്ലീൻ ഫ്രം ഡർട്ടി ട്രാഫിക് എന്ന് വെച്ചാല് അവിടേക്ക് വരുന്ന ഒത്തിരി ആളുകൾ ഉണ്ടാവും അല്ലെ. ആ ആളുകളുടെയൊക്കെ എണ്ണം അല്ലെങ്കിൽ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അവരെ ഒന്നും കടത്തിവിടാതെ ആവശ്യമായി വരുന്നവരെ മാത്രം കടത്തിവിടുകയും അതിലൂടെ ഈ പറയുന്ന ആളുകളുടെ മൂവ്മെന്റിനെ മിനിമൈസ് ചെയ്തുകൊണ്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നതിനെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അത് ക്ലിയർ ആണോ? പോയിന്റ് മനസ്സിലായോ? മനസ്സിലായോ? ഇത് പറയുന്നത് എന്താ?
The spaces in suite have to be arranged in such a way that ആ ഒരു റൂമിനുള്ളിലുള്ള അല്ലെങ്കിൽ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിലുള്ള എല്ലാ കാര്യങ്ങളും എങ്ങനെയായിരിക്കണം അറേഞ്ച് ചെയ്യുന്നത്? അതായത് നമ്മൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത്, അതിലൊരു എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പൊ നമ്മളൊരു എൻട്രൻസിൽ നിന്ന് നമ്മൾ ആദ്യമായിട്ട് ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ മെയിൻ പ്രവേശന കവാടത്തിലൂടെ നമ്മൾ അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ മൂവ് ചെയ്ത് പോകുന്ന ഓരോ ഇടങ്ങളിലേക്ക് പോകുമ്പോഴും ആ ഓരോ ഇടവും എങ്ങനെയുള്ളതായിരിക്കണം? വളരെ വൃത്തിയുള്ളതായിരിക്കണം. ആ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ക്ലീനിനെസ്, വളരെ പുരോഗതിയോടുകൂടി നിരന്തരമായിട്ടുള്ള ഒരു വൃത്തി അവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ ആണോ? അടുത്ത പ്രിൻസിപ്പിൾ പറയട്ടെ. ഓക്കെ, രണ്ടാമതായി പറയുന്നത് staff who are working in the operation theatre department should be able to move from one clean area to the other without having to pass through unprotected areas. ഇനി അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ, ഈ ഒരു ഓപ്പറേഷൻ തിയേറ്റർ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? അവരുടെ മൂവ്മെന്റ് എന്ന് പറയുന്നത് able to move from one clean area to another, അല്ലെ? ഒരു ക്ലീൻ ആണെങ്കിൽ ഒരു വൃത്തിയുള്ള സ്ഥലത്ത് നിന്നും മറ്റൊരു വൃത്തിയുള്ള ഇടത്തേക്കായിരിക്കണം അവരുടെയും മൂവ്മെന്റ് എന്ന് പറയുന്നത്. വിത്തൗട്ട് ഹാവിംഗ് ടു പാസ് ത്രൂ അൺപ്രൊട്ടക്റ്റഡ് ഏരിയാസ്, എന്നെന്താ? സുരക്ഷിതമല്ലാത്ത പ്രദേശങ്ങളിലൂടെ അവരെ കടന്നു പോകാതിരിക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അൺപ്രൊട്ടക്റ്റഡ് ഏരിയയിലൂടെ കടന്നു പോകരുതെന്ന് പറയുന്നത്? എന്തുകൊണ്ട്? ഒരു വൃത്തിയുള്ള ഏരിയയിലൂടെ അവർ വന്നു, അത് കഴിഞ്ഞ് അവർ പോകുന്നത് ഒരു അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള, ക്ലീൻ ഒന്നും ചെയ്യാത്ത ഒരു വൃത്തിഹീനമായിട്ട് അല്ലെങ്കിൽ സുരക്ഷിതമല്ലാത്ത ഒരു ഏരിയയിലേക്ക് പോകുന്നു. അതിനുശേഷം പിന്നെയും അവർ ഇങ്ങോട്ട് വരേണ്ടി വന്നാൽ ഈ പറയുന്ന വൃത്തിയുള്ള ഇടം എന്താകും? ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്, അല്ലെ? മൈക്രോബ്സ് സ്പ്രെഡ് ആവാനായിട്ട് അവരിലൂടെ മൈക്രോബ്സ് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്, അല്ലെ? അപ്പൊ സ്റ്റാഫുകൾ, ഒരു പേഷ്യന്റിന്റെ കാര്യം മാത്രമല്ല പറയുന്നത്, അവിടുത്തെ സ്റ്റാഫുകളാണെങ്കിലും അവരുടെ മൂവ്മെന്റും ഒരു ക്ലീൻ ആയിട്ടുള്ള ഏരിയയിൽ നിന്നും മറ്റൊരു ക്ലീൻ ആയിട്ടുള്ള ഏരിയയിലായിരിക്കണം. അതിനിടയിൽ അവർക്കൊരു അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിലേക്ക് പാസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വരരുത്. മൂന്നാമതായിട്ട് പറയുന്നത് soiled material and waste have to be eliminated from the operating rooms without passing through clean areas. ഇനി എന്താ പറയുന്നത്? soiled material and waste, ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആകുമ്പോൾ ഒത്തിരി, ഒരു സർജറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒത്തിരി വേസ്റ്റുകളും ഒത്തിരി മലിനമായിട്ടുള്ള അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാവും, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉടനടി ആ ഒരു ഓപ്പറേഷൻ റൂമിൽ നിന്നും എന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ റിമൂവ് ചെയ്ത് മാറ്റണം. വിത്തൗട്ട് പാസിംഗ് ത്രൂ ക്ലീൻ ഏരിയാസ്. അതിനു വേണ്ടി ഇപ്പൊ ഈ ഒരു വേസ്റ്റ് കൊണ്ടുപോവാൻ അല്ലെങ്കിൽ ഇങ്ങനെ സോയിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ടുപോകാൻ വേണ്ടി അതിൻ്റെതായിട്ടുള്ള പ്രത്യേകമായൊരു ഒരു വാതിലോ അല്ലെങ്കിൽ ഒരു എൻട്രൻസോ കാര്യങ്ങളൊക്കെ അവർക്ക് അതിനു വേണ്ടി വെച്ചേക്കണം. അല്ലാതെ ഒരിക്കലും ഈ ക്ലീൻ ഏരിയയിലൂടെ അത് പാസ് ചെയ്ത് കൊണ്ടുപോകാൻ പാടില്ല. മനസ്സിലായോ? തേർഡ് പോയിന്റ് എന്താണെന്ന് ഉദ്ദേശിക്കുന്നത്? സോയിൽഡ് മെറ്റീരിയൽ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ മലിനമായിട്ടുള്ള വസ്തുക്കളാവാം, അല്ലെങ്കിൽ വേസ്റ്റസ് മുതലായ കാര്യങ്ങളൊക്കെ ആ ഒരു ഓപ്പറേഷൻ റൂമിൽ നിന്ന് ഉടനെ അത് റിമൂവ് ചെയ്യണം, അല്ലെ? മാറ്റണം. അല്ലെങ്കിൽ അതിൽ നിന്നും പലതരത്തിലുള്ള മൈക്രോബ്സ് സ്പ്രെഡ് ആവാനും ഇൻഫെക്ഷൻ വരാനും സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഇത് മാറ്റുന്ന സമയത്ത് അത് കൊണ്ടുപോകാനായിട്ട് ഒരിക്കലും ഈ ക്ലീൻഡ് ആയിട്ടുള്ള ഏരിയയിലൂടെ അതുമായിട്ട് പാസ് ചെയ്ത് പോകാൻ പാടില്ല. മറിച്ച് അത് കൊണ്ടുപോകാനായിട്ട് വ്യത്യസ്തമായ മറ്റേതെങ്കിലും ഒരു ഡോറോ മറ്റേതെങ്കിലും ഒരു വഴി അതിനു വേണ്ടി ഉണ്ടായിരിക്കണം. Then fourth point, operation theatre ventilation should be free of the air movement of the rest of the hospital. ഇനി എന്താ? ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്കുള്ള ഒരു വെന്റിലേഷൻ, ഒരു വായു സഞ്ചാരം എങ്ങനെയായിരിക്കണം? should be free of the air movement of the rest of the hospital. മറ്റ് ഹോസ്പിറ്റലുകളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് ഏരിയകളിൽ നിന്നുള്ള മൂവ്മെന്റ് പോലെയുള്ള രീതിയിലായിരിക്കരുത് ഈ ഒരു ഓപ്പറേഷൻ തിയേറ്റർ ventilation എന്ന് പറയുന്നത്. കാരണം എന്താണ്? Hence the direction of airflow within the operation theatre should be from cleaner to lesser cleaner areas. Less cleaner areasലേക്ക് ആയിരിക്കണം. എപ്പോഴും ഇവിടെ നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു വെന്റിലേഷൻ എങ്ങനെയായിരിക്കണം കൊടുക്കേണ്ടത്? വൃത്തിയുള്ള ഇടത്ത് നിന്നും ലെസ് ക്ലീൻ ഏരിയയിലേക്ക് ആയിരിക്കണം അതിന്റെ ആ ഒരു എയർ ഫ്ലോയുടെ ഡയറക്ഷൻ അല്ലെങ്കിൽ
ആ ഒരു ഫ്ലോ വരേണ്ടത്. മനസ്സിലായോ? ഒരു വൃത്തിയുള്ള ഇടത്ത് നിന്നും വൃത്തി ഇല്ലാത്ത ഇടത്തേക്ക് പോകുന്നതാണോ, അല്ലെങ്കിൽ വൃത്തി ഇല്ലാത്ത ഇടത്ത് നിന്നും വൃത്തിയുള്ള ക്ലീൻ ആയിട്ടുള്ള ഏരിയയിലേക്ക് വരുന്നതാണോ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു രീതി? എവിടേക്കാ? ക്ലീൻ ചെയ്ത ഏരിയയിൽ നിന്നും ലെസ് ക്ലീൻ ആയിട്ടുള്ള ഏരിയയിലേക്ക് പോകുന്നത് തന്നെയാണ് അല്ലെ. മറിച്ചാണെങ്കിലോ അവിടെ മൈക്രോബ്സ് എയറിലൂടെ അല്ലെ, എയർബോൺ ആയിട്ടുള്ള മൈക്രോബ്സ് ഒക്കെ വരാനായിട്ടുള്ള ഒത്തിരി ചാൻസുകൾ ഉണ്ട്. അതുവഴി പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഇവിടേക്ക് വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലെ മറ്റ് ഹോസ്പിറ്റൽ ഏരിയാസിനെ അപേക്ഷിക്കുമ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലെ വെന്റിലേഷൻ എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിലായിരിക്കണം അവിടെ എയർ ഫ്ലോ നടക്കേണ്ടത്? ക്ലീനർ ഏരിയയിൽ നിന്നും ലെസ് ക്ലീനർ ഏരിയയിലേക്ക് ആയിരിക്കണം അവിടത്തെ എയർ ഫ്ലോയുടെ ഡയറക്ഷൻ വരേണ്ടത്. അഞ്ചാമതായി പറയുന്നത് therefore the whole operation theatre suite is designed on the concept of four zone. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ട് അല്ലെങ്കിൽ ആ ഒരു ഓപ്പറേഷൻ തിയേറ്റർ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ ഏരിയകളെയും നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് 4 സോണുകളായിട്ട് അതിനെ തിരിച്ചിരിക്കുന്നു. അതിൽ ഒന്നാമത്തതാണ് പ്രൊട്ടക്റ്റീവ് സോൺ, രണ്ടാമത്തത് ക്ലീൻ സോൺ, മൂന്നാമത്തത് സ്റ്റെറൈൽ സോൺ, നാലാമത്തത് ഡിസ്പോസൽ സോൺ. ആ 4 സോണുകളുടെയും പേരുകൾ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ആ 4 സോണിലും വരുന്ന ഏരിയാസ് ഏതൊക്കെയാണ് എന്നും ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. 4 സോൺ ഏതാണെന്ന് പഠിക്കുക, അതിനുള്ളിൽ വരുന്ന ഏരിയാസ് ഏതൊക്കെയാണ് എന്നൊന്ന് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഇപ്പൊ വേഗം ഒരു 5 പോയിന്റ്സ് വരെ ഒന്ന് വായിച്ചു നോക്കി, ക്ലിയർ ആണോ എന്ന്. പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാല് പുരോഗതി കേട്ടോ. അതായത് വൃത്തിയിലുള്ള ഒരു പുരോഗതി. ഇത് ഒരു സ്ഥലത്ത് നിന്നും അടുത്ത സ്ഥലത്തേക്ക് എത്തുമ്പോ നല്ലൊരു ക്ലീനൻസ് അതുപോലെ തന്നെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകണം എന്നാ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഒന്നുകൂടി പറയണോ? അത് ക്ലിയർ ആണോ? റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ ആണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞേ, അവിടെ ഒത്തിരി ഫ്ലോ അല്ലെങ്കിൽ ഒത്തിരി ആളുകൾ അവിടെ വരുന്നതിനെ മിനിമൈസ് ചെയ്യുക, ആളുകൾ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വരുന്നതിന്റെ ആ ഒരു മൂവ്മെന്റിനെ മിനിമൈസ് ചെയ്യുക. അതിലൂടെ നമുക്ക് ഒത്തിരി ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നതിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ കുറയ്ക്കാൻ സാധിക്കും. രണ്ടാമത് പറഞ്ഞത് അതിനുള്ളിലുള്ള ഓരോ സ്പേസും എന്ത് ചെയ്യണം, ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പോകുമ്പോൾ ആ ഒരു വൃത്തി അല്ലെങ്കിൽ ആ ഒരു ക്ലീൻനെസ് എപ്പോഴും കീപ്പ് ചെയ്യുക. അത് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ വൃത്തിയുള്ള ഇടത്ത് നിന്ന് അടുത്ത വൃത്തിയുള്ള ഇടത്തേക്ക് എന്ന രീതിയിലായിരിക്കും അവിടെ അറേഞ്ച് ചെയ്യേണ്ടത്. അതുപോലെ അവിടുത്തെ ജീവനക്കാർക്കും അങ്ങനെ തന്നെയായിരിക്കണം. അവരും അവിടുത്തെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഒരു വൃത്തിയുള്ള ഇടത്തിൽ നിന്ന് മറ്റൊരു വൃത്തിയുള്ള ഇടത്തേക്കായിരിക്കണം. അല്ലാതെ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസിലേക്ക് അവർക്ക് പാസ് ചെയ്യുന്ന ഒരു അവസ്ഥ വരുത്തരുത്. മൂന്നാമതായിട്ട് പറഞ്ഞാ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ വേസ്റ്റസ് ഉണ്ടാവാം, സോയിൽഡ് മെറ്റീരിയൽസ് അല്ലെ, മലിനമായിട്ടുള്ള മറ്റു സാധനങ്ങൾ ഉണ്ടാവാം. അതെല്ലാം ഉടനടി അവിടെ നിന്ന് റിമൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അത് ക്ലീൻ ആയിട്ടുള്ള ഏരിയാസിലൂടെ കൊണ്ടുപോകാതെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എക്സിറ്റ് പോയിന്റുകൾ കൊണ്ടുപോകാനായിട്ട് ഒരു വഴിയോ കാര്യങ്ങളോ ഒക്കെ ഡോറോ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച് അതിലൂടെയായിരിക്കണം അത് കൊണ്ടുപോകേണ്ടത്. നാലാമത് പറഞ്ഞത് മറ്റ് ഏരിയാസിനെയും പോലെയല്ല ഓപ്പറേഷൻ തിയേറ്ററിലെ വെന്റിലേഷൻ എന്ന് പറയുന്നത് അതിന്റെ എപ്പോഴും അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ക്ലീൻഡ് ആയിട്ടുള്ള ഏരിയയിൽ നിന്നും ലെസ് ക്ലീൻഡ് ആയിട്ടുള്ള ഏരിയയിലേക്ക് എന്ന രീതിയിലായിരിക്കണം അവിടുത്തെ ആ ഒരു എയർ ഫ്ലോയുടെ ഡയറക്ഷൻ വരേണ്ടത്. അഞ്ചാമതായി നമ്മൾ പറഞ്ഞത് എന്താണ്, ഓപ്പറേഷൻ തിയേറ്ററിലെ ആ ഒരു ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിലെ മൊത്തത്തിൽ എല്ലാ എല്ലാ ഇടങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ 4 സോണുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് പ്രൊട്ടക്റ്റീവ് സോൺ, സെക്കൻഡ് വൺ ആണ് ക്ലീൻ സോൺ, തേർഡ് വൺ ആണ് സ്റ്റെറൈൽ സോൺ, ആൻഡ് ഫോർത്ത് വൺ ആണ് ഡിസ്പോസൽ സോൺ. ഇതിൽ 4 എണ്ണത്തിലും ഓരോ ഭാഗങ്ങൾ ഓരോരോ ഏരിയാസ് നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കുറച്ച് ഏരിയാസ് ഓരോന്നിന്റെയും കീഴിൽ വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി അത് ഓരോന്നിന്റെയും കീഴിൽ ഏതൊക്കെയാണ് വരുന്നത് എന്നൊന്നും മനസ്സിലാക്കി വെച്ചാൽ മതി. ഏതൊക്കെയാണ് 4 സോണുകൾ എന്നും ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ അല്ലേ? എടുത്തോട്ടെ, ആ ബോക്സ് എടുക്കട്ടെ? റെഡി അല്ലേ? ഓക്കെ,
അല്ല ഫസ്റ്റ് വരുന്ന സോണാണ് പ്രൊട്ടക്റ്റീവ് സോൺ. അതിൽ എന്തൊക്കെയാ വരാന്ന് നമുക്ക് ആദ്യം നോക്കാം കേട്ടോ. ഓരോരോ സോൺ ആയിട്ട് പോവാം, അതായിരിക്കും എളുപ്പം തോന്നുന്നു. പ്രൊട്ടക്റ്റീവ് സോണിൽ ഏതൊക്കെ ഏരിയാസ് ആണ് വരുന്നത്? പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്നതാണ് റിസപ്ഷൻ ഏരിയ. കണ്ടിട്ടുണ്ടോ? ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ റിസപ്ഷൻ ഏരിയ ഉണ്ടാവും അല്ലെ. അതുപോലെ വെയിറ്റിംഗ് ഏരിയ ഫോർ റിലേറ്റീവ്സ്. ഇപ്പൊ സർജറിക്കൊക്കെ കയറ്റി കഴിഞ്ഞുമ്പോ അവരുടെ റിലേറ്റീവ്സിനെ വെയിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു വെയിറ്റിംഗ് ഏരിയ ഇല്ലേ? ഉണ്ടോ? ആരെങ്കിലും ഒക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെയൊക്കെ വെയിറ്റിംഗ് ഏരിയ ഉണ്ട് അല്ലെ. അപ്പൊ അത് പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്നതാണ്. ചേഞ്ചിങ് റൂം, അതായത് ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ സർജറിക്ക് കയറുന്നതിന് മുൻപ് അവിടുത്തെ പേഷ്യൻസിനാവാം അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റാഫുകൾക്കൊക്കെ എന്ത് ചെയ്യാനായിട്ട് അവരുടെ നോർമൽ ആയിട്ടുള്ള ഡ്രസ് ഒക്കെ മാറ്റി അവർക്ക് മറ്റേ സ്ക്രബ്സോ അല്ലെങ്കിൽ ഗൗൺസോ കാര്യങ്ങളൊക്കെ ധരിക്കുന്നതിന് വേണ്ടി ഒരു ചേഞ്ചിങ് റൂം ഉണ്ടായിരിക്കും. അതുപോലെ പ്രീ അനസ്തീഷ്യ, അനസ്തീഷ്യ കൊടുക്കുന്നതിന് മുൻപ് നമ്മളെ റെഡിയാക്കാനായിട്ട് നമ്മളൊന്ന് റെഡിയാക്കി തയ്യാറായി ഇരുത്താൻ വേണ്ടിയിട്ട് ഒരു പ്രീ അനസ്തീഷ്യ കൊടുക്കുന്നതിന് മുൻപ് ഒരു പ്രീ അനസ്തീഷ്യ റൂം ഉണ്ടായിരിക്കും. അതിനു വേണ്ടിയിട്ട് അവരെ ഒന്ന് റെഡിയാക്കി ഒക്കെ ഇരുത്തുന്നതിന് വേണ്ടി അനസ്തീഷ്യ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട സ്ഥലമല്ല, അല്ലാതെ അവർ അനസ്തീഷ്യ കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി ഇരുത്തുന്ന ഒരിടം. സ്റ്റോഴ്സ് റെക്കോർഡ്, എന്താണ് കൃത്യമായ റെക്കോർഡ് കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാനുള്ള സ്റ്റോറുകൾ. അതുപോലെ തന്നെ ഒരെണ്ണം കൂടി വരുന്നുണ്ട്, രണ്ടെണ്ണം വരുന്നുണ്ട്. ഓട്ടോക്ലേവ്, TSSU. ഒന്ന് എഴുതി വെച്ച് TSSU എന്താണ്? ഓട്ടോക്ലേവ് എന്താണെന്ന് അറിയാമോ? സ്റ്റെറിലൈസേഷൻ. CSSD പഠിച്ചോ? പഠിച്ചു അല്ലെ? ഓക്കെ. അപ്പൊ എന്താണ് ഒരു ഓട്ടോക്ലേവ്? എന്താണെന്ന് അറിയാമോ? ഒരു ഓട്ടോക്ലേവ് എന്താണ്? എന്തിനു വേണ്ടിയാ യൂസ് ചെയ്യുന്ന ഉപകരണമാണ് ഓട്ടോക്ലേവ്? ഒരു സ്റ്റെറിലൈസേഷൻ മെഷീൻ ആണ് അല്ലെ. ഓട്ടോക്ലേവ് എന്ന് പറയുന്നത് ഒരു സ്റ്റെറിലൈസേഷൻ മെഷീൻ ആണ്. TSSU എന്ന് പറഞ്ഞാല് തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്. തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ് ഒന്ന് എഴുതി വെച്ചോ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്, തിയേറ്ററിലേക്കുള്ള സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്. മനസ്സിലായോ? നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് അത്യാവശ്യമുള്ള നമ്മുടെ CSSD ഏരിയ തന്നെ അല്ലെ, നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് അത്യാവശ്യമുള്ള സാധനങ്ങള്, സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ വിതരണം ചെയ്യുന്ന യൂണിറ്റ് ആണ് ഈ പറയുന്ന ഓട്ടോക്ലേവ് TSSU യൂണിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അത് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അതിന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നിങ്ങളൊന്നും ചോദിക്കില്ല, എന്താണതെന്നൊന്നും ചോദിക്കില്ല. ട്രോളി ബേ, ട്രോളിയൊക്കെ എടുത്തു വെക്കുന്ന ട്രോളി ബേ എന്ന് പറഞ്ഞാൽ ആ ഒരു ട്രോളിയൊക്കെ അടുക്കി വെക്കുന്ന ആ ഒരു ഭാഗം. കൺട്രോൾ ഏരിയ ഓഫ് ഇലക്ട്രിസിറ്റി, നമ്മുടെ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ട ഇലക്ട്രിസിറ്റി കൺട്രോൾ ചെയ്യുന്ന ഒരു ഏരിയ. ഇതെല്ലാം ഏത് സോണിൽ വരുന്നതാണ്? പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്നതാണ്. പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്ന ഏരിയസ് ഏതൊക്കെയാ? റിസപ്ഷൻ ഏരിയ വരുന്നുണ്ട്, വെയിറ്റിംഗ് ഏരിയ ഫോർ റിലേറ്റീവ്സ് വരുന്നുണ്ട്, ചേഞ്ചിങ് റൂം വരുന്നുണ്ട്, പ്രീ അനസ്തീഷ്യ റൂം വരുന്നുണ്ട്, സ്റ്റോഴ്സ് റെക്കോർഡൊക്കെ കീപ്പ് ചെയ്യുന്ന സ്റ്റോറുകൾ വരുന്നുണ്ട്, ഓട്ടോക്ലേവ് അല്ലെങ്കിൽ TSSU എന്ന് വെച്ചാൽ തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റുകൾ വരുന്നുണ്ട്, ദെൻ ട്രോളി ബേയുമായി ബന്ധപ്പെട്ട ഏരിയ വരുന്നുണ്ട്, കൺട്രോൾ ഏരിയ ഓഫ് ഇലക്ട്രിസിറ്റി, ഇലക്ട്രിസിറ്റി കൺട്രോൾ ചെയ്യുന്ന ഏരിയ. ക്ലിയർ ആണോ? പ്രൊട്ടക്റ്റീവ് സോൺ എന്താണുള്ളത് മനസ്സിലായോ? ക്ലിയർ ആണോ? എന്താണ് ഇത് റിപ്ലൈ ചെയ്യാത്തെ? ഓക്കെ ഓക്കെ. സെക്കൻഡ് വൺ ആണ് ക്ലീൻ സോൺ. ക്ലീൻ സോണിൽ ഏതൊക്കെയാ വരുന്നത്? പ്രീ ഓപ്പറേറ്റിംഗ് റൂം, ഓപ്പറേഷന് മുൻപ് നമ്മളെ റെഡിയാക്കി എടുക്കുന്ന ഒരു ഇടം ഉണ്ട് അല്ലെ, പ്രീ ഓപ്പറേറ്റിംഗ് റൂം അല്ലെ. നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ റെഡിയാക്കി, നമ്മളെ നല്ല വെൽ റെഡിയാക്കി എല്ലാ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു റൂം ഉണ്ട് അല്ലെ, പ്രീ ഓപ്പറേറ്റിംഗ് റൂം, ഓപ്പറേഷന് മുൻപുള്ള ഇടം. റിക്കവറി റൂം, നമ്മുടെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ഏരിയ ആണ് റിക്കവറി റൂമിലേക്ക് മാറ്റാറുണ്ട് അല്ലെ, ആ ഏരിയ. ചിലർക്ക് ചിലപ്പോ പ്ലാസ്റ്റർ ചെയ്യേണ്ടി വരാറുണ്ട് അല്ലെ, ബോൺസുമായി ബന്ധപ്പെട്ട് അല്ലെ, എന്തെങ്കിലും ഓർത്തോവുമായി ബന്ധപ്പെട്ട സർജറി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചിലർക്ക് പ്ലാസ്റ്റർ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാസ്റ്റർ റൂം ഉണ്ടാകും. സ്റ്റാഫ് റൂമുകൾ, അവിടുത്തെ ജീവനക്കാരുടെ സ്റ്റാഫ് റൂമുകൾ. അനസ്തെറ്റിക് സ്റ്റോർ എന്നാണ് അവിടെ എസ്തെറ്റിക് കിടക്കുന്ന അനസ്തെറ്റിക് സ്റ്റോർ. അനസ്തെറ്റിക് സ്റ്റോർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അനസ്തെറ്റിക് സ്റ്റോർ റൂം, അനസ്തെറ്റിക് സ്റ്റോർ റൂം എന്താണ്? അനസ്തെറ്റിക് സ്റ്റോർ റൂം എന്ന് പറയുമ്പോ
അടുത്തൊക്കെ കാര്യങ്ങൾ എന്തായിരിക്കും സ്റ്റോർ ചെയ്യുക? അതെ, അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട് അല്ലെ, അനസ്തേഷ്യ അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള എന്ത് ചെയ്യുന്നു, മെഡിസിൻസ് ആവാം അല്ലെ, സാധനങ്ങള്, സപ്ലൈസ്, അതുപോലെ എക്യുപ്മെന്റ്സ് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു സർജറി സമയത്ത് നമുക്ക് അനസ്തേഷ്യ കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും അതെല്ലാം സ്റ്റോർ ചെയ്യുന്ന റൂമാണ് അനസ്തെറ്റിക് സ്റ്റോർ റൂം എന്ന് പറയുന്നത്. എക്സ്റേ യൂണിറ്റ്, ഡാർക്ക് റൂം, ഓട്ടോ പ്രോസസർ എന്ന് വെച്ചാൽ എന്താ, ആ ഓരോ ഓപ്പറേഷൻ തിയേറ്ററിലും എക്സ്റേ യൂണിറ്റുകൾ ഉണ്ടാവും. കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? എന്തെങ്കിലും ബോൺസുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അങ്ങനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും ഓപ്പറേഷൻസ് നടത്തിയവരുണ്ട്? ഓക്കെ, മനു കണ്ടിട്ടുണ്ട്. ഉണ്ടോ? എക്സ്റേ യൂണിറ്റ് ഉണ്ടോ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളില്? ഉണ്ട് അല്ലെ, എക്സ്റേ യൂണിറ്റുകൾ ഉണ്ട്. അതെന്തിനു വേണ്ടിയാ? പ്രധാനമായിട്ടും ഈ എക്സ്റേ യൂണിറ്റുകൾ ഒരു ഡാർക്ക് റൂം അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവും. എന്തിനാണ് ഒരു ഡാർക്ക് റൂം എടുക്കുന്നത്? ഒരു ലൈറ്റ് പ്രൂഫ് ഏരിയ ആണ് അല്ലെ, നമുക്ക് നല്ല രീതിയിൽ അതിന്റെ ഇമേജുകൾ കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് ഓട്ടോമാറ്റിക് പ്രോസസ്സർ ആണ്, ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ ഇമേജുകൾ എടുക്കപ്പെടുകയും ചെയ്യും. അതായത് സർജറി ചെയ്യുന്ന സമയത്ത്, ഒരു മേജർ സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ആ ഒരു സർജറി ചെയ്യുന്നത് വളരെ ശരിയാവുന്നുണ്ടോ, എവിടെയൊക്കെയാണ് മറ്റെവിടെയൊക്കെയാണ് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങളും ഉണ്ടോ എന്നൊക്കെ അവിടെ വെച്ച് തന്നെ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് ആ ഡോക്ടേഴ്സിന് അല്ലെങ്കിൽ സർജൻസിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള യൂണിറ്റുകളൊക്കെ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ കൊടുത്തിരിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം എന്താണ്, എന്തിൽ വരുന്നതാണ്? ക്ലീൻ സോണിൽ വരുന്ന കാര്യങ്ങളാണ്. വേഗം ഒന്ന് നോക്കി, ക്ലീൻ സോണിൽ വരുന്ന ഏതൊക്കെയാണ്? പ്രീ ഓപ്പറേറ്റിംഗ് റൂം വരുന്നുണ്ട്, റിക്കവറി റൂം വരുന്നുണ്ട്, പ്ലാസ്റ്റർ റൂം വരുന്നുണ്ട്, സ്റ്റാഫ് റൂം വരുന്നുണ്ട്, അനസ്തെറ്റിക് സ്റ്റോർ റൂം വരുന്നുണ്ട്, എക്സ്റേ യൂണിറ്റ്, ഡാർക്ക് റൂം, ഓട്ടോ പ്രോസസർ. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് പ്രോസസ്സിംഗ് നടത്തുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഒരു എക്സ്റേ യൂണിറ്റ് ഉള്ള ഒരു ഏരിയയും ഉണ്ടായിരിക്കും. ഇതെല്ലാം ക്ലീൻ സോണിൽ ഉൾപ്പെടുന്നതാണ്. ക്ലീൻ സോണിൽ മനസ്സിലായോ? രണ്ടെണ്ണം പ്രൊട്ടക്റ്റീവ് സോണും ക്ലീൻ സോണും ഒക്കെയാണോ? ഓക്കെയാണോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സ്റ്റെറൈൽ അസെപ്റ്റിക് സ്റ്റോർ. എന്താണ്? സ്റ്റെറൈൽ ആയിട്ടുള്ള അല്ലെ, അണുനശീകരണം നടത്തിയ, അതായത് ജേം ഫ്രീ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് പ്രധാനമായിട്ടും അതിൽ വരുന്നത്. നമ്മുടെ മെയിൻ ഏരിയ ഓപ്പറേറ്റിംഗ് റൂം അല്ലെ, ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്ന ഇടം. സ്ക്രബ് റൂം. എന്താണ് സ്ക്രബ് റൂം? എന്തായിരിക്കും ഒരു സ്ക്രബ് റൂം എന്ന് പറയുമ്പോ? എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്ക്രബ് റൂം ആർക്കാണ് സ്ക്രബ് റൂം വേണ്ടത്? ആർക്കാണ്? സർജൻസിനും അവിടെ അസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്ന മറ്റ് സ്റ്റാഫുകൾക്കും അല്ലെ. അവരെന്തിനു വേണ്ടിയാ? അതെ, കൈയൊക്കെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി സ്ക്രബ് ചെയ്ത് അതിനനുസരിച്ചുള്ള ഹാൻഡ് വാഷിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് ആ സർജറിക്ക് മുൻപായിട്ട് അവർ പ്രിപ്പയർ ആവുകയാണ് ചെയ്യുന്നത് അല്ലെ. ഈ ഒരു സ്ക്രബ് റൂമില് ആ മെഡിക്കൽ സ്റ്റാഫുകള്, ഡോക്ടേഴ്സ് ഒക്കെ അവർ ആ ഒരു സർജറിക്ക് വേണ്ടി പ്രിപ്പയർഡ് ആവുന്നു. അതിനു വേണ്ടി അവര് യൂഷ്വലി ഓപ്പറേറ്റിംഗ് റൂമിന്റെ തൊട്ടടുത്ത് തന്നെ ആയിരിക്കും കേട്ടോ ഈ ഒരു സ്ക്രബ് റൂം എന്ന് പറയുന്നത്. അത് അവരുടെ ഹാൻഡ് ഒക്കെ വളരെ നന്നായിട്ട് ആന്റി മൈക്രോബിയൽ സൊല്യൂഷൻസ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് വൃത്തിയാക്കുന്നതിനെയാണ്, അതിനുവേണ്ടി പ്രിപ്പയർ ആവുന്നതിന് വേണ്ടിയാണ് സ്ക്രബ് റൂമുകൾ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ അല്ലേ? അനസ്തെറ്റിക് ഇൻഡക്ഷൻ റൂം. എന്താണ് അനസ്തേഷ്യ ഇൻഡക്ഷൻ റൂം എന്ന് പറയുമ്പോൾ? എന്തിനു വേണ്ടിയാണ് അനസ്തേഷ്യ ഇൻഡക്ഷൻ റൂം? ആർക്കെങ്കിലും ഒക്കെ അനസ്തേഷ്യ തന്നിട്ടില്ലേ ഓപ്പറേഷൻ തിയേറ്ററിൽ? ഓപ്പറേഷൻ കയറ്റുന്നതിന് മുൻപായിട്ട് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ എന്തായിരിക്കും അനസ്തേഷ്യ ഇൻഡക്ഷൻ റൂം എന്ന് പറയുന്നത്? അനസ്തേഷ്യ നൽകുന്ന ഇടം അല്ലെ, അനസ്തേഷ്യ നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്ത് തരുന്ന ഇടമാണ്, ആ ഒരു റൂമാണ് അനസ്തേഷ്യ ഇൻഡക്ഷൻ റൂം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻസ്റ്റന്റ് ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ റൂം. ഇൻസ്റ്റന്റ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുമ്പോ അതിലേതാണ്? ഒരു എക്സാമ്പിൾ പറയാമോ? നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഇൻസ്റ്റന്റ് ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഷൻ. ഉടനടി നമുക്ക് ഉപകരണങ്ങള് സ്റ്റെറിലൈസേഷൻ നടത്താൻ പറ്റുന്ന ഇടമുണ്ടോ? ഉണ്ടോ? ഒരു സർജറി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഒരു ഉപകരണം സ്റ്റെറിലൈസ് ചെയ്ത് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചിരുന്നോ? CSSD-യില് പഠിച്ചിരുന്നോ? പഠിച്ചാണോ ഒരു ചാപ്റ്റർ? ഓക്കെ, ഏതാണ് അങ്ങനെ ഒരു എക്സാമ്പിൾ പറയുമ്പോ എടുത്തു പറയുന്നുണ്ടല്ലോ ഒരെണ്ണത്തെ കുറിച്ച്, കണക്ട് ചെയ്ത് പറഞ്ഞേ. ഓട്ടോക്ലേവ് ആണ്. അതിൽ ഏതാണ് ടൈപ്പാണ്? ഒരു 3 എണ്ണം പഠിക്കുന്നില്ലേ? ഫ്ലാഷ് സ്റ്റെറിലൈസർ എന്ന് പഠിച്ചോ? പഠിച്ചിരുന്നോ?
പഠിച്ചിരുന്നോ? എന്താണ് മറന്നുപോയോ? ഓക്കെ, അവിടെ എന്താ പറയുന്നത്? പെട്ടെന്ന് വളരെ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു എമർജൻസി പർപ്പസിന് വേണ്ടിയിട്ട് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണെന്നാണോ പഠിച്ചത്? ആണോ? അങ്ങനെയാണോ പഠിച്ചത്? ആണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സും തമ്മിൽ കുറച്ച് കണക്ഷൻസ് ഒക്കെ ഉണ്ട് അല്ലെ? ഒന്ന് അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾ അതും മറന്നു പോവില്ല കേട്ടോ. അപ്പൊ അങ്ങനെ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉപകരണങ്ങൾ ഉടനടി ഒരു എമർജൻസി ആയിട്ട് ആവശ്യമായി വന്നാൽ അത് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടമുണ്ടായിരിക്കും. അതും നമ്മുടെ സ്റ്റെറൈൽ അസെപ്റ്റിക് സോണിലാണ് ഉൾപ്പെടുന്നത്. ദെൻ ഇൻസ്ട്രുമെന്റ് ട്രോളി ഏരിയ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? നമുക്ക് ആ സർജറിക്ക് ആവശ്യമായ ഉപകരണങ്ങൾ കൊണ്ടുവരുന്ന ട്രോളീസ് ഒക്കെ വെക്കുന്ന ഏരിയാസ്, അതും വളരെ സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ഏരിയയിലായിരിക്കണം അല്ലെ? കണ്ടാമിനേഷൻ ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഏരിയയിലായിരിക്കണം. ഇതെല്ലാം സ്റ്റെറൈൽ അസെപ്റ്റിക് സോണിൽ വരുന്നവയാണ്. ഒന്ന് വായിച്ചു നോക്കി, സ്റ്റെറൈൽ അസെപ്റ്റിക് സോൺ ക്ലിയർ ആണോ എന്ന്? ഏതെങ്കിലും പോയിന്റ്സ് കിട്ടാത്തുണ്ടെങ്കിൽ ഒന്ന് മിസ്സിന്റെ അടുത്ത് ചോദിക്കാം കേട്ടോ. ആ മൂന്നെണ്ണം ഓക്കെ ആണോ എന്നൊന്ന് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണേ. ഓട്ടോക്ലേവ് ആണോ? ഓട്ടോക്ലേവ് TSSU യൂണിറ്റ് എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിൽ ഇപ്പൊ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ എന്ത് ചെയ്യുന്നു? നിങ്ങൾ പഠിച്ചിരുന്നോ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം? CSSCയിലെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം പഠിച്ചില്ലേ? പഠിച്ചോ? ഓക്കെ, അപ്പൊ നമ്മള് ഏതൊക്കെ രീതിയിലാണെന്ന് പഠിച്ചില്ലേ? ഇപ്പൊ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അവിടെ പെട്ടെന്ന് ഒത്തിരി നമുക്ക് എന്താണ് അത്യാവശ്യം വരുന്ന സാധനങ്ങളാണ് അല്ലെ? സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ഒത്തിരി ഉപകരണങ്ങൾ ആവശ്യമായിട്ട് വരും അല്ലെ? അപ്പൊ അതിനു വേണ്ടി ആ തിയേറ്ററിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് സ്റ്റെറൈൽ ആയിട്ടുള്ള ഉപകരണങ്ങൾ സപ്ലൈ ചെയ്യാനായിട്ട് അതെ CSSC ചാപ്റ്ററിൽ എല്ലാം ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. അപ്പൊ ആ തിയേറ്ററിലെ സ്റ്റെറൈൽ സപ്ലൈ, തിയേറ്ററിലേക്ക് നമുക്ക് അങ്ങനെ സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ സപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് TSSU യൂണിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു തിയേറ്ററിലേക്ക് മാത്രമേ നമ്മൾ അവിടെ നിന്ന് സാധനങ്ങൾ സപ്ലൈ ചെയ്യുള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഓക്കെ, വേഗം ഒന്ന് വായിച്ചിട്ട് ഒന്ന് റിപ്ലൈ ചെയ്തേ. ക്ലിയർ ആണെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ ആണ്. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് ലാസ്റ്റ് സോൺ ആണ് ഡിസ്പോസൽ സോൺ. ഡിസ്പോസൽ സോണിലാവുമ്പോൾ നമുക്കറിയാലോ നിങ്ങൾക്ക് അല്ലെ? ഡേർട്ടി വാഷപ്പ് റൂം എന്ന് വെച്ചാൽ എന്താണ്? ഡേർട്ടി യൂട്ടിലിറ്റി റൂം എന്ന് പറയാറുണ്ട് കേട്ടോ. ഡേർട്ടി വാഷപ്പ് റൂം അല്ലെങ്കിൽ ഡേർട്ടി യൂട്ടിലിറ്റി റൂം. ഇതെവിടെയെങ്കിലും ഈ ഒരു പേര് കേട്ടിട്ടുണ്ടോ? ഡേർട്ടി യൂട്ടിലിറ്റി ഏരിയ എന്ന് കേട്ട് കാണുമായിരിക്കും അല്ലെ? അത് തന്നെയാണ് ഡേർട്ടി വാഷപ്പ് റൂം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇവിടെ എന്താണ് പ്രധാനമായിട്ടും നമ്മളിവിടെ എന്താണ് ഡിസൈൻ, ഈ ഒരു ഏരിയ പ്രധാനമായിട്ടും ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? സോയിൽഡ് ആയിട്ടുള്ള അല്ലെ? മലിനമായിട്ടുള്ള പലതരത്തിലുള്ള സാധനങ്ങൾ, മെറ്റീരിയൽസ് ഉണ്ടാവാം, തുണിത്തരങ്ങളാവാം അല്ലെ? അതെ, ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടി തുണിത്തരങ്ങളാവാം, അല്ലെങ്കിൽ മെഡിക്കൽ എക്യുപ്മെന്റ്സുകളാവാം, മറ്റെന്തെങ്കിലും സർജിക്കൽ പരമായിട്ടുള്ള സാധനങ്ങളാവാം അല്ലെ? വേസ്റ്റസ് ആവാം. ഇതെല്ലാം ഫൈനൽ ഡിസ്പോസലിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യുന്നു? വേർതിരിക്കുന്ന ഒരു ഇടമാണ് ശരിക്കും ഡേർട്ടി യൂട്ടിലിറ്റി ഏരിയ അല്ലെങ്കിൽ ഡേർട്ടി വാഷപ്പ് റൂം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ഡേർട്ടി വാഷപ്പ് റൂം എന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് അതെന്ത് ചെയ്യുന്നു? അത് ഫൈനൽ ആയിട്ടുള്ള ഡിസ്പോസലിന് മുൻപ്, നല്ല പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ കളക്ട് ചെയ്ത് വേർതിരിച്ച് ഓരോന്നും വ്യത്യസ്തമായിട്ട് വെക്കുന്നു. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് വരുന്നത് ഡിസ്പോസൽ കോറിഡോർ. എന്താണ് ഡിസ്പോസൽ കോറിഡോർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതൊരു ഇടനാഴി അല്ലെ? ലീഡ്സ് ടു ദ ഡിസ്പോസൽ സോൺ. ആ ഒരു ഡിസ്പോസൽ സോണിലേക്ക് നീളുന്ന ഒരു ഇടനാഴി, അത് അതിന്റെ ഭാഗമാണ് അല്ലെ? ഡിസ്പോസൽ കോറിഡോർ എന്ന് പറയുന്ന ആ ഒരു കോറിഡോറിലൂടെയാണ് നമ്മൾ ഡിസ്പോസൽ ഏരിയയിലേക്ക് പോകുന്നത്. ക്ലിയർ ആണല്ലോ? അതാണ് ഡിസ്പോസൽ സോണിൽ വരുന്ന ഏരിയാസ് ആണ് മിസ് പറയുന്നത്. മൂന്നാമത്തത് ജാനിറ്റർ ക്ലോസറ്റ്. കേട്ടിട്ടുണ്ടോ ജാനിറ്റർ ക്ലോസറ്റ്? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ ഒരു പേര്? ഇല്ല.
ഓക്കെ, നമുക്കിനി ഹൗസ് കീപ്പിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ പഠിക്കാനുള്ള ഒരു പേരാണ് കേട്ടോ. ഇപ്പോഴേ തുടങ്ങി നമുക്കതങ്ങ് പഠിച്ചു പോവാം അല്ലെ. ജാനിറ്റർ ക്ലോസറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഒരു ക്ലോസറ്റ് എന്ന് പറയുന്ന വേർഡിന് നമ്മൾ നോർമലി നമ്മൾ ചിന്തിക്കുന്ന ഒരു അർത്ഥമുണ്ട് അല്ലെ. എന്നാൽ ജാനിറ്റർ ക്ലോസറ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ഹൗസ് കീപ്പിംഗ് റൂം തന്നെയാണ്. അതായത് നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ട അതെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഉള്ള സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സ്റ്റോറേജ് റൂമാണ് ജാനിറ്റർ ക്ലോസറ്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു പേര് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരേണ്ടത് ക്ലീനിങ്ങിന് വേണ്ടിയുള്ള എല്ലാ ഉപകരണങ്ങളും എല്ലാ സാധനങ്ങളും ഉണ്ടാവും അല്ലെ. ഒരു ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഓപ്പറേഷൻ തിയേറ്റർ ക്ലീൻ ചെയ്യാൻ എന്തൊക്കെ സാധനങ്ങൾ വേണോ അതിനുള്ള എല്ലാ സാധനങ്ങളും എക്യുപ്മെന്റ്സ് ആയിക്കോട്ടെ, മോപ്പ് ആയിക്കോട്ടെ, ബക്കറ്റുകൾ, ക്ലീനിങ് ലിക്വിഡ്സ് മുതലായ എല്ലാ സാധനങ്ങളും സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്റ്റോറേജ് റൂമാണ് ജാനിറ്റർ ക്ലോസറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഡിസ്പോസൽ സോൺ എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ അതിൽ ഏതൊക്കെ ഉൾപ്പെടുന്നു എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. 4 സോണിലും ഏതൊക്കെ ഏരിയ ആണ് വരുന്നത് എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം ചിലപ്പോ ഒരു സ്റ്റെറൈൽ സോണുമായി ബന്ധപ്പെട്ട എക്സാമ്പിളുകളിൽ ഉൾപ്പെടാതെ അല്ലെങ്കിൽ ഏരിയാസിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഒരു ജാനിറ്റർ ക്ലോസറ്റ് കൊടുക്കാം. അപ്പൊ അത് ഇന്ന സോണിലുള്ളതല്ല എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്കൊന്ന് നോട്ട് ചെയ്ത് ഐഡന്റിഫൈ ചെയ്ത് എടുത്ത് എഴുതാനായിട്ട് മനസ്സിലാക്കണം. അത്രയും ഉള്ള രീതിയിൽ അങ്ങനെ ഒന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഓക്കെ അല്ലേ? അടുത്ത ഭാഗത്തേക്ക് പോവാലോ. ഓക്കെ, നോക്കിയേ, യൂഷ്വൽ ഏരിയാസ് ഓഫ് ഡെഫിഷ്യൻസി ഇൻ ഓപ്പറേഷൻ തിയേറ്റർ. അതായത് ഇവിടെ ചില സമയങ്ങളിൽ എല്ലാ ഹോസ്പിറ്റലിലും ഈ പറയുന്ന എല്ലാ ഫെസിലിറ്റികളും ഒന്നും ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല അല്ലെ. ചില കുറവുകള് യൂഷ്വൽ ഏരിയാസ് അതായത് സാധാരണയായി പല ഡെഫിഷ്യൻസി അല്ലെങ്കിൽ കുറവുകൾ വരുന്ന മേഖലകളാണ് ഓപ്പറേഷൻ തിയേറ്ററിലെ മേഖലകളാണ് സാധാരണയായിട്ട് താഴെ പറയുന്നത്. അതായത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ചില ഹോസ്പിറ്റലിൽ ഇപ്പൊ ചിലപ്പോ ഒരു റിസപ്ഷൻ ഏരിയ ഉണ്ടാവണമെന്നില്ല ആണോ. ചില ഹോസ്പിറ്റലുകൾ ഇപ്പൊ ചിലവർ നിങ്ങൾ പല ഹോസ്പിറ്റലുകളും പല രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ കയറിയ ആളുകളുണ്ട് അല്ലെ. ഇപ്പൊ ചില ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നല്ല എല്ലാ രീതിയിലുമുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. ചില ഹോസ്പിറ്റലിൽ അതിനനുസരിച്ചുള്ള എല്ലാ ഫെസിലിറ്റികളും ഈ പറഞ്ഞ പോയിന്റ് രീതിയിലുള്ള എല്ലാ ഏരിയാസും ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ആണോ അല്ലെ. ചില കാര്യങ്ങളൊന്നും നമ്മൾ ചിലപ്പോ കണ്ടിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഏരിയ ചിലപ്പോ അവിടെ ഉണ്ടാവില്ല. അപ്പൊ അവർ ഓപ്പറേഷൻ തിയേറ്ററിൽ കുറവ് വരുന്ന അല്ലെങ്കിൽ സാധാരണയായി ചിലപ്പോ ഉണ്ടാവാത്ത കുറച്ച് ഏരിയാസ് ഒക്കെ ഉണ്ടാവും. അത് ഏതൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്നത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഫസ്റ്റ് വൺ ആണ് നോ റിസപ്ഷൻ ഏരിയ. ചില ഹോസ്പിറ്റലുകളിൽ ഓപ്പറേഷൻ തിയേറ്ററിന് വേണ്ടി പ്രത്യേകമായിട്ടൊരു റിസപ്ഷൻ ഏരിയ ഒന്നും ഉണ്ടാവാറില്ല. ചില ഹോസ്പിറ്റലുകളുടെ കാര്യമായിട്ട് പറയുന്നത് എല്ലായിടത്തും മൊത്തത്തിലുള്ളതല്ലേ. ചില ഹോസ്പിറ്റലുകൾ ചിലപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ട് റിസപ്ഷൻ ഏരിയ ഉണ്ടാവാറില്ല. രണ്ടാമത് നോ സെപ്പറേറ്റ് റൂംസ് ഫോർ സർജൻസ്, അനസ്തേഷ്യോളജിസ്റ്റ്, ജൂനിയർ ഡോക്ടർ, OT അറ്റൻഡൻസ്. ഇനി പറയുന്ന ശരിക്കും ഒരു സർജന് വേറെ റൂം, നമ്മുടെ അനസ്തേഷ്യോളജിസ്റ്റിന് വേറെ റൂം, ജൂനിയർ ഡോക്ടേഴ്സിന് വേറെ റൂം, OT അറ്റൻഡൻസിന് അവർക്കൊക്കെ സെപ്പറേറ്റ് ആയിട്ട് അവരുടേതായ റൂമുകളൊക്കെ കൊടുക്കാറുണ്ട്. എന്നാൽ ചില ഹോസ്പിറ്റലുകൾ അവിടെ സ്ഥലപരിമിതി മൂലവും ആവാട്ടോ അതിനനുസരിച്ച് ചിലപ്പോൾ ഇവർക്കൊക്കെ കൂടി ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ടുള്ള റൂമൊന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം ചെയ്യാനുള്ള ഒരൊറ്റ റൂമൊക്കെ ആയിരിക്കും ചിലപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സെപ്പറേറ്റ് റൂമുകൾ ചിലപ്പോൾ സർജൻസിന് വേണ്ടി, അനസ്തേഷ്യോളജിസ്റ്റിന് വേണ്ടി, ജൂനിയർ ഡോക്ടറിന് വേണ്ടി അല്ലെങ്കിൽ OT അറ്റൻഡൻസിന് വേണ്ടിയൊക്കെ സെപ്പറേറ്റ് റൂമുകൾ ചിലപ്പോ ഉണ്ടാവാൻ സാധ്യതയില്ല. ക്ലിയർ ആണോ? 2 പോയിന്റ്സ് ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ, വരുന്നത് തേർഡ് വൺ ആണ് നോട്ട് ഇനഫ് നമ്പർ ഓഫ് ചേഞ്ച് റൂംസ് ഫോർ ഡിഫറെന്റ് ക്ലാസ് ഓഫ് പീപ്പിൾ. ഇനി എന്താ അവരുടെ അതായത് ഇപ്പൊ ഒരു പേഷ്യൻസിനെ ഡ്രസ് ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ പല രീതിയിൽ അല്ലെങ്കിൽ വ്യത്യസ്തമായ വിഭാഗത്തിലുള്ള ആളുകൾക്ക് പല ഇപ്പൊ ഓരോ അവിടുത്തെ സ്റ്റാഫുകൾക്കാവാം അല്ലെങ്കിൽ അവിടെയുള്ള മറ്റ് ഏരിയയിലുള്ള അറ്റൻഡൻസിന് അങ്ങനെ ഓരോരുത്തർക്കും ചിലപ്പോ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഈ ഡ്രസ്സുകളൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള രീതിയിലുള്ള ആവശ്യത്തിന് നമ്പർ ഓഫ് റൂമുകൾ ചിലപ്പോ അവിടെ ഉണ്ടാവണം എന്നില്ല.
അതായത് പേഷ്യൻസിന് ചിലപ്പോൾ ഒറ്റ റൂം ആയിരിക്കും ചിലപ്പോൾ എല്ലാവർക്കും ഡ്രസ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ 1-2 റൂമുകൾ ഉണ്ടാവും. അതിൽ തന്നെ എല്ലാവരും അത് ഉപയോഗിക്കേണ്ടതായിട്ട് ചിലപ്പോൾ വരാറുണ്ട്. സാധാരണ ശരിക്കും എല്ലാവർക്കും പേഷ്യൻസിന് ഒരെണ്ണം, അവിടുത്തെ വരുന്ന ഡോക്ടേഴ്സ് അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷണൽസിന് ഒരെണ്ണം, അങ്ങനെ ആയിരിക്കണം കൊടുക്കേണ്ടത്. അവർക്ക് സ്ഥലപരിമിതികളോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ ഫെസിലിറ്റികളുടെ അഭാവമോ മൂലം ചിലപ്പോൾ എല്ലാ വ്യത്യസ്തമായിട്ടുള്ള വിഭാഗത്തിലുള്ള ആളുകൾക്ക് ചിലപ്പോ മാറാനായിട്ട് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള റൂമുകളുടെ എണ്ണത്തില് ആവശ്യമായ എണ്ണം അവിടെ ചിലപ്പോ ഉണ്ടാവാറില്ല. നാലാമത്തത് ഇൻഅപ്രോപ്രിയേറ്റ് സൈസ് ആൻഡ് ടൈപ്പ് ഓഫ് ഡോർസ് എക്സെട്ര. അതായത് ഇപ്പൊ ഒരു ഓപ്പറേഷൻ തിയേറ്ററിന് പ്രധാനമായിട്ടും ചില വാതിലുകൾ ഇങ്ങനെ ആയിരിക്കണം, ചില ഡോറുകളുടെ സൈസ് ഇത്രയായിരിക്കണം എന്നൊക്കെ ഉണ്ടാവും. കാരണം എന്താ, സ്ട്രക്ചേഴ്സ്, വീൽ ചെയറുകള് മുതലായ കാര്യങ്ങൾ, വലിയ വലിയ എക്യുപ്മെന്റ്സ് മുതലായ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടി. അപ്പൊ അങ്ങനെയുള്ള ചിലപ്പോ വളരെ ഇൻഅപ്രോപ്രിയേറ്റ്, ഉചിതമല്ലാത്ത രീതിയിലുള്ള ചിലപ്പോ സൈസ് ആവാം ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഡോസിനും അതിൽ എന്താണ് ആവശ്യമല്ലാത്ത രീതിയിലുള്ള ഒരു തരത്തിലുള്ള ഒരു ഡിസൈൻ ആയിരിക്കാം ചിലപ്പോൾ അതിൽ ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള ചില ഉചിതമല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ഒരു ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ട് കാണാറുണ്ട്. അപ്പൊ ശരിയായ രീതിയിൽ ഇപ്പോ എന്താണ് ഓട്ടോമാറ്റിക്കലി തുറക്കുന്ന രീതിയിലുള്ള ഒരു ഡോറൊക്കെ വേണമെന്നുണ്ട്. കാരണം നമുക്കൊരു സ്ട്രക്ചറിലൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ഒരാൾ അത് തുറന്നു പിടിച്ചിട്ട് നമുക്കത് തള്ളിക്കൊണ്ടുപോകുന്ന പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് അല്ലെ. അതേസമയം ഓട്ടോമാറ്റിക്കലി തുറക്കുന്ന രീതിയിലുള്ള സ്വിമ്മിംഗ് ഡോർസ് ഒക്കെ ആണെങ്കിൽ അതുവഴി നമുക്ക് ഈസി ആയിട്ട് ആളുകളെ കൊണ്ടുപോകാനും തിരിച്ചു കൊണ്ടുവരാനൊക്കെ എളുപ്പമാണ് അല്ലെ. അതിന്റെ രീതിയിലുള്ള അങ്ങനെയുള്ള ചില രീതിയിലുള്ള പ്രത്യേകമായിട്ടുള്ള ഡോസും അതിനനുസരിച്ചുള്ള സൈസും കാര്യങ്ങളൊക്കെ വ്യത്യസ്തമുണ്ട്. ചില സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള രീതിയിലുള്ള എന്താണ് ഉചിതമായ രീതിയിലുള്ള സൈസിലോ ടൈപ്പിലോ ഒന്നും ആയിരിക്കില്ല ഡോറുകൾ ചെയ്തിട്ടുണ്ടാവുക. ലാക്ക് ഓഫ് ലാമിനാർ ഫ്ലോ ആൻഡ് മാൻഡേറ്ററി എയർ എക്സ്ചേഞ്ച് സിസ്റ്റം ഇൻ OT. ഇനി എന്താണ് ഒരു ലാമിനാർ ഫ്ലോ? എന്താണ് ഒരു ലാമിനാർ ഫ്ലോ എന്ന് പറയുന്നത്? പക്ഷെ അതൊരു വെന്റിലേഷൻ സിസ്റ്റം തന്നെയാണ് കേട്ടോ. ഒരു ലാമിനാർ ഫ്ലോ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു വെന്റിലേഷൻ സിസ്റ്റം ആണ്. അതായത് ഇവിടെ ഫാനുകൾ ഉപയോഗിച്ചുകൊണ്ട്, കണ്ടിട്ടുണ്ടോ ഓപ്പറേഷൻ തിയേറ്ററില് ഫാനുകൾ ഉപയോഗിച്ചുകൊണ്ട്, ഫാൻസ് ടു ക്രിയേറ്റ് കണ്ടിന്യൂസ് ഫ്ലോ ഫിൽറ്റേർഡ് എയർ, ഒരു ഫിൽറ്റേർഡ് ആയിട്ടുള്ള എയറുകൾ ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കിട്ടാൻ വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഫാൻ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഓപ്പറേഷൻ റൂമിലെ എയർ ഫ്ലോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫിൽറ്റർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതാണ് ലാമിനാർ ഫ്ലോ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എയർ ഇങ്ങനെ ഫിൽറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ യാതൊരു രീതിയിലുമുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ള ചാൻസുകൾ വളരെ കുറവായിരിക്കും. മാൻഡേറ്ററി എയർ എക്സ്ചേഞ്ച് സിസ്റ്റം ഇൻ OT എന്താ, നിർബന്ധിതമായിട്ടുള്ള എയർ എക്സ്ചേഞ്ച് അല്ലെ, എയർ എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളുടെ അഭാവം. ഇപ്പൊ നിർബന്ധിതമായിട്ട് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങള് ആ ഓപ്പറേഷൻ തിയേറ്ററിൽ വേണ്ട മാൻഡേറ്ററി ആണ്, വളരെ നിർബന്ധിതമായിട്ടുള്ള ഒരു എയർ എക്സ്ചേഞ്ച് സിസ്റ്റം അവിടെ വേണം. എന്നാൽ മാത്രമേ നമുക്ക് അവിടുത്തെ ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ലാമിനാർ ഫ്ലോ അത് ആ ഒരു വെന്റിലേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട കാര്യമാണ് കേട്ടോ. ഒത്തിരി എന്താണ് ഫാൻസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ടൊരു എയർ ഓപ്പറേറ്റിംഗ് റൂമിലെ എയറിനെ ഫിൽറ്റർ ചെയ്യുന്ന ഒരു മെക്കാനിസമാണ്. അങ്ങനെ നിർബന്ധിതമായിട്ടുള്ള ഇങ്ങനെയുള്ള എയർ എക്സ്ചേഞ്ച് സിസ്റ്റം ചിലപ്പോ ആ സ്ഥാപനത്തിന് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാവില്ല, അതിന്റെ അഭാവം ചിലപ്പോൾ കണ്ടേക്കാം. സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ തിയേറ്റർ പ്രോട്ടോകോൾസ്, ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ കൃത്യമായി പാലിക്കേണ്ട ആ പ്രോട്ടോകോൾസ് അല്ലെങ്കിൽ നടപടിക്രമങ്ങളുടെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങളുടെയൊക്കെ അഭാവം. നോ സെപ്പറേറ്റ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, സെപ്പറേറ്റ് ആയിട്ട്, അതായത് ഓപ്പറേഷൻ തിയേറ്ററിന് വേണ്ടി നമ്മൾ TSST പറഞ്ഞില്ലേ, അതുപോലെ ഓപ്പറേഷൻ തിയേറ്ററിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടൊരു CSSD യൂണിറ്റ് ഒന്നും ഇല്ലാതെ വരുന്നത്. എയ്ത്ത് വൺ ആണ് വെയിറ്റിംഗ് ഏരിയ, അതായത് റിക്കവറി റൂമിന്റെ വെയിറ്റിംഗ് ഏരിയ, അതല്ലെങ്കിൽ റിക്കവറി ഏരിയയുമായി ബന്ധപ്പെട്ട് നോട്ട് വെൽ എക്യുപ്മെന്റ്, ശരിയായിട്ടുള്ള ഉപകരണങ്ങളോ കാര്യങ്ങളോ ഒന്നും ചിലപ്പോൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ലാക്ക് ഓഫ് ബേസിക് ഫെസിലിറ്റി, അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം അല്ലെങ്കിൽ കുറവുകളും ചിലപ്പോൾ വെയിറ്റിംഗ് ഏരിയയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ റിക്കവറി ഏരിയയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ റൂമുമായിട്ടൊക്കെ ബന്ധപ്പെട്ടോ ഉണ്ടായേക്കാം. വേഗം ഒന്ന് വായിച്ചു നോക്കിയാൽ ഒരു 8 എണ്ണം നമ്മൾ പറഞ്ഞത് ഒരു ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ട് സാധാരണ ഉണ്ടാകുന്ന കുറവുകളാണ്.
കേട്ടോ. അപ്പൊ അത് എല്ലാ ഹോസ്പിറ്റലുകളും ഇങ്ങനെ ആവണമെന്നില്ല. ചില ഹോസ്പിറ്റലുകളിൽ ചിലപ്പോൾ റിസപ്ഷൻ ഏരിയ ഉണ്ടാവില്ല, ചിലപ്പോൾ ഓരോരുത്തർക്കും വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള റൂമുകൾ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. ഡ്രസ് ചേഞ്ചിങ് റൂമുകൾ ഓരോ ക്ലാസ്സിലുള്ള ആളുകൾക്കും വേണ്ടിയിട്ട് ചിലപ്പോൾ ആവശ്യമായിട്ടുള്ള നമ്പർ ഓഫ് ചേഞ്ചിങ് റൂമുകൾ ഉണ്ടാവണമെന്നില്ല. ശരിയായ രീതിയിലുള്ള സൈസിലും ടൈപ്പിലുമുള്ള ഡോറുകൾ ഉണ്ടാവണമെന്നില്ല. അതുപോലെ നല്ല നിർബന്ധിതമായിട്ടുള്ള എയർ എക്സ്ചേഞ്ച് നടക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം, അതായത് ലാമിനാർ ഫ്ലോ പോലെയുള്ള ഫാൻ ഉപയോഗിച്ചുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് എയർ ഫിൽട്ടർ ചെയ്യുന്ന രീതിയിലുള്ള നിർബന്ധിതമായ അങ്ങനെയുള്ള എയർ എക്സ്ചേഞ്ച് സംവിധാനങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാറില്ല, അതിന്റെ അഭാവം ഉണ്ടാവാം. അതുപോലെ ശരിയായ രീതിയിലുള്ള കൃത്യമായ പ്രോട്ടോകോളുകൾ പാലിച്ചുകൊണ്ട് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചിലപ്പോൾ ആ ഒരു ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടായെന്ന് വരില്ല. ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു CSST യൂണിറ്റ് ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. അതുപോലെ വെയിറ്റിംഗ് ഏരിയ അല്ലെങ്കിൽ റിക്കവറി റൂമുകളിലൊക്കെ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല, വെൽ എക്യുപ്ഡ് ആവുകയും ചെയ്യണമെന്നില്ല. ക്ലിയർ ആണോ? യൂഷ്വൽ ഏരിയാസ് ഓഫ് ഡെഫിഷ്യൻസി നോട്ടി വേഗം വായിച്ചു നോക്കിയേ. ഓക്കെ ആണെങ്കിൽ ഒന്ന് തമ്പിടുക കേട്ടോ. ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് പോവാലോ. നെക്സ്റ്റ് വരുന്നത് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ. ഒരു 3 ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ ആണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ. കേട്ടിട്ടുണ്ടോ? മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ, ഇന്റഗ്രേറ്റഡ്, ഹൈബ്രിഡ്, കേട്ടിട്ടുണ്ടോ? ഓക്കെ, ചെറിയ വ്യത്യാസങ്ങളുള്ളൂ കേട്ടോ. മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാൽ പ്രീ ഫാബ്രിക്കേറ്റഡ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ is a finished steel structure with jointless sterile coating that provides a high quality finish. These operation theaters provide the benefit of കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ ജസ്റ്റ് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. ആദ്യം എന്താണ് ഒരു മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് മനസ്സിലാക്കണം അല്ലെ. ഒരു മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാല് ശരിക്കും ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണ്. അതായത് ഇവിടെ നമുക്ക് ഈസി ആയിട്ട് ഇത് മോഡിഫൈ ചെയ്യാൻ പറ്റും. ഇത് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനും പറ്റും. കാരണം എന്താണെന്ന് വെച്ചാല് ഇത് നമ്മളൊരു ഹോസ്പിറ്റൽ റൂമിനെ നമ്മളൊരു ഓപ്പറേഷൻ തിയേറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അതെന്തുപയോഗിച്ചാണ് ഫ്രെയിം ചെയ്തിരിക്കുന്നത്? പ്രീ ഫാബ്രിക്കേറ്റഡ് ഫിനിഷ്ഡ് സ്റ്റീൽ സ്ട്രക്ചർ. ഒന്നെങ്കിൽ സ്റ്റീൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഗ്ലാസുകൾ ഉപയോഗിച്ചോണ് പ്രധാനമായിട്ടും ഇത് കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ റൂമിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലാ സജ്ജീകരണങ്ങളും കൂടി ഒരു റൂമായിട്ട്, ഒരു ഓപ്പറേറ്റിംഗ് റൂമായിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അങ്ങനെ സെറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി പ്രധാനമായിട്ടും ഒന്നില്ലെങ്കിൽ സ്റ്റീൽ അല്ലെങ്കിൽ ഗ്ലാസ് ആണ് യൂസ് ചെയ്യാറ്. എപ്പോഴും കൂടുതലും പ്രിഫർ ചെയ്യുന്നത് സ്റ്റീലിന്റെ സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട്, ജോയിന്റ്ലെസ് ആയിട്ടുള്ള സ്റ്റീൽ സ്ട്രക്ചറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്റ്റെറൈൽ കോട്ടിംഗ് ഒക്കെ കൊടുത്തുകൊണ്ട് വളരെ ഉയർന്ന ക്വാളിറ്റിയിലുള്ള ഫിനിഷിംഗ് കൊടുത്തുകൊണ്ട് നമ്മൾ ഒരു ഓപ്പറേറ്റിംഗ് റൂം ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു. ക്ലിയർ ആയോ? എന്താണ് ഉദ്ദേശിക്കുന്നത്? മനസ്സിലായോ? അതോടെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആണ്, ചിലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ട്. അല്ലെങ്കിൽ നമുക്ക് ഫ്ലെക്സിബിൾ ആണ് എന്ന് വെച്ചാൽ എന്താ? ഇപ്പൊ നമുക്കൊരു നോർമൽ ആയിട്ട് നമ്മളൊരു റൂം ക്രിയേറ്റ് ചെയ്തു, ഒരു റൂം ഉണ്ടാക്കി ഒരു ബിൽഡിങ് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. നമുക്ക് പിന്നീട് ചിലപ്പോൾ ഒന്ന് വിപുലീകരിക്കണം നമുക്ക് തോന്നുകയാണ്. കുറച്ചും കൂടി എന്താണ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി കുറച്ചും കൂടി ലെങ്ത് കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ഒന്നും കൂടി ആ ഒരു റൂം വിപുലീകരിക്കണമെന്ന് തോന്നിയാൽ നമുക്കത് ബുദ്ധിമുട്ടല്ലേ? ആണോ? നമ്മുടെ ഒരു വീട് പണിതാല് നമുക്കത് ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം, കുറച്ചുകൂടി ഒന്ന് വിപുലീകരിക്കണമെങ്കിൽ നമുക്കത് മുഴുവൻ പൊളിച്ചൊക്കെ പണിയേണ്ടതായിട്ട് വരും. ആണോ? കുറച്ചധികം നമ്മുടെ ഇന്ന് പൈസ നമ്മുടെ ഇന്ന് നഷ്ടമാവില്ലേ? എന്താണ് നിങ്ങളൊന്ന് റിപ്ലൈ ചെയ്യാതില്ല? ആണോ? അതേസമയം നമുക്ക് ഇങ്ങനെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഈ പറയുന്ന രീതിയിൽ ഒരു സ്റ്റീൽ സ്ട്രക്ചർ ഒക്കെ വെച്ച് നമ്മൾ ഫർണിഷ് ചെയ്തെടുക്കുന്ന ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണെങ്കിൽ അത്രയധികം ബുദ്ധിമുട്ട് വരുന്നുണ്ടോ?
ഇത്രയും അധികം ബുദ്ധിമുട്ട് വരുന്നുണ്ടോ? ഇല്ല അല്ലെ? നമുക്ക് എത്ര വേണമെങ്കിലും നമുക്കത് ഭാവിയിൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? വിപുലീകരിക്കാൻ സാധിക്കും അല്ലെ? അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് കൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ പറ്റില്ലേ? പറ്റില്ലേ? ഒത്തിരി സമയമൊന്നും എടുക്കില്ല അല്ലെ? പെട്ടെന്ന് നമുക്ക് കൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ അതിന്റെ പ്രധാനമായിട്ടും അതിന്റെ പാനലുകള് സ്റ്റീലൊക്കെ ഉപയോഗിച്ചായിരിക്കും നിർമ്മിച്ചിരിക്കുന്നത്. അതാണ് ഒരു മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് അതിനുള്ളിൽ അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. എന്ന് വെച്ചാൽ സ്റ്റീലിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീല് പോലെ തന്നെയൊന്നും ആയിരിക്കില്ല. നല്ല രീതിയിൽ പെയിന്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ പെയിന്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിലൊക്കെ തന്നെ ആയിരിക്കും സെറ്റ് ചെയ്യുന്നത്. എന്നാൽ പോലും അതിന്റെ ബേസ് ഫ്രെയിം ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് സ്റ്റീല് പോലെയുള്ള കാര്യങ്ങൾ വെച്ചാണ്. അത് ഫർണിഷ് ചെയ്താണ് നമ്മൾ ആ ഒരു മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ ആക്കി മാറ്റുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആയോ? എന്താണ് ജസ്റ്റ് ഒരു ആശയം കിട്ടിയോ? എന്നാ മാത്രമേ മിസ്സിനെ അടുത്തത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. നോക്കിയേ, ഇനി എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ നേട്ടങ്ങൾ നമുക്ക് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ആണ് റാപ്പിഡ് കൺസ്ട്രക്ഷൻ. നമുക്ക് ദ്രുതഗതിയിൽ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കത് നിർമ്മിക്കാൻ സാധിക്കും അല്ലെ? ഈ ഒരു സ്റ്റീൽ പോലെയുള്ള ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കത് കൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ പറ്റില്ലേ? രണ്ടാമതായിട്ട് പ്രിവെൻഷൻ ഓഫ് കണ്ടാമിനേഷൻ ബിൽഡപ്പ്. എന്താ ഇങ്ങനെ നമുക്ക് മലിനീകരണം അല്ലെങ്കിൽ കണ്ടാമിനേഷൻ ഒക്കെ നമുക്ക് പെട്ടെന്ന് തടയാനായിട്ട് സാധിക്കും. കാരണം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ബിൽഡപ്പിന് അല്ലെങ്കിൽ ആ ഒരു ബിൽഡിംഗ് നമുക്ക് പണിയാനായിട്ട് ഒത്തിരി ഇത് വരുന്നില്ല. അതുമായി ബന്ധപ്പെട്ട സ്റ്റീൽ പോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ നമ്മൾ അതിൻ്റെതായ പെയിന്റിങ്ങും കാര്യങ്ങളും ഒക്കെ അടിച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു കണ്ടാമിനേഷൻ വരാനുള്ളൊരു തടയാനായിട്ട് ഒരു മെത്തേഡ് കൂടിയാണ്. മൂന്നാമതായിട്ട് ലോങ് ഡ്യൂറബിലിറ്റി. ഒത്തിരി നാള് നമുക്ക് എന്ത് ചെയ്യാം? നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ് ആണ് അല്ലെ? ഈ ഒരു സ്റ്റീലുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ പെട്ടെന്ന് നശിച്ചു പോവോ? ഒത്തിരി നാള് നമുക്കത് നീണ്ടു നിൽക്കില്ലേ? കുറെ നാള് നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ലേ? ആണോ? ലോങ് ഡ്യൂറബിലിറ്റി ആണ് അല്ലെ? സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ. നമുക്ക് വളരെ സ്ട്രോങ് ആണ്. നമുക്ക് ഭാവിയിലേക്ക് എന്തെങ്കിലും എക്സ്പാൻഷൻ അല്ലെങ്കിൽ വിപുലീകരണം നടത്തണമെങ്കിൽ അതിനും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അല്ലെ? നമുക്ക് പൊളിച്ച് അത്യാവശ്യം വേണ്ട രീതിയിൽ നമുക്ക് എങ്ങനെയാണോ വേണ്ടത് ആ രീതിയിൽ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും ഇല്ലേ? ഈസ് ഓഫ് മെയിൻ്റനൻസ് അല്ലെ? മെയിൻ്റനൻസ് വളരെ നമുക്ക് എളുപ്പമാണ് അല്ലെ? അധികം മെയിൻ്റനൻസ് വരുന്നില്ല. പെട്ടെന്ന് നമുക്ക് ഒരു സാധനം ഇല്ലെങ്കിൽ അടുത്തൊരു സാധനം കൊണ്ടുവന്ന് വെച്ച് നമുക്ക് മെയിൻ്റനൻസ് നടത്താൻ വളരെ എളുപ്പത്തിൽ മെയിൻ്റനൻസ് നടത്താൻ പറ്റും. ഇൻസ്റ്റലേഷൻ ആൻഡ് സപ്പോർട്ട് ഓഫ് എക്യുപ്മെന്റ്സ്. അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഇപ്പൊ ഓരോ ഉപകരണങ്ങളും അവിടെ ഇൻസ്റ്റാൾ ചെയ്യാനും കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പമല്ലേ? ആണോ? എല്ലാത്തിനും എളുപ്പമുള്ള കാര്യമാണ്. കാരണം ഇപ്പൊ ഒരു ഉപകരണം നമുക്ക് അതിന്റെ അകത്തേക്ക് കടക്കുന്നില്ല എന്ന് വിചാരിക്കാം. നമുക്ക് അവിടുത്തെ ആ ഒരു ഭാഗത്തെ ഒരു സ്ട്രക്ചർ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ആ ഒരു ഉപകരണം ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ? ഒരു റൂമിനെ അപേക്ഷിച്ച് നോക്കുമ്പോ പറ്റും അല്ലെ? അതിന്റെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ provision of opening needed for the installation without affecting hardness of structure. ഇത് തന്നെയാ പറയുന്നത്. എന്താ? ആ ഒരു ഹാർഡ്നെസ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറിന് ഇപ്പൊ ഒരു ബിൽഡിംഗ് ആവുമ്പോ നമുക്ക് അതിന്റെ ആ ഒരു ഹാർഡ്നെസ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറിനെ മാറ്റിക്കൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു ഉപകരണം നമുക്ക് ഉള്ളിലേക്ക് കടത്താൻ പറ്റില്ല അല്ലെ? അതേസമയം ഈ ഒരു മെത്തേഡ് ആവുമ്പോൾ നമുക്ക് അതിന്റെ ആ ഒരു സ്ട്രക്ചറിനെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് ആവശ്യമില്ലെങ്കിൽ ആ ഒരു ഭാഗത്തെ അതൊന്നും എന്ത് ചെയ്യുന്നു? സ്ക്രൂവും കാര്യങ്ങളൊക്കെ വെച്ചായിരിക്കും സെറ്റ് ചെയ്തിരിക്കുക. അപ്പൊ അതിനനുസരിച്ച് അത് മാറ്റി വെച്ചാല് എത്ര വലിയൊരു ഉപകരണമാണെങ്കിലും അത് ഇൻസ്റ്റലേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പണിങ് നമുക്ക് തുറന്നു കൊടുക്കാൻ സാധിക്കുന്നു. ക്ലിയർ ആണോ? വേഗം ഒന്ന് വായിച്ചിട്ട് എത്ര ഉള്ളൂ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്രേ പറയുന്നുള്ളൂ കേട്ടോ. അപ്പൊ അതിൽ പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുമ്പോൾ അത് ഒരു സ്റ്റീൽ സ്ട്രക്ചറിലാണ് നമ്മൾ ഫർണിഷ് ചെയ്തിരിക്കുന്നത്. അതായത് സ്റ്റീൽ സ്ട്രക്ചറിൽ ഒരു നല്ല ക്വാളിറ്റിയുള്ള ഫിനിഷിംഗോടും കൂടിയാണ് നമ്മൾ അത് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചും കൂടി കോസ്റ്റ് എഫക്റ്റീവ് ആണ്. അതുപോലെ തന്നെ ഫ്ലെക്സിബിളുമാണ്. അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണോ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. വേഗം ഒന്ന് വായിച്ചു നോക്കിയ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ. ഇന്ന് നമുക്ക് അത്രയും എടുക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇന്റഗ്രേറ്റഡും ഹൈബ്രിഡും എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയില്ലേ? അതുപോലെ നിങ്ങളൊന്ന് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ എന്താണ്, അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്താണ്, ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ എന്താണ് എന്നൊക്കെ ഒന്ന് നിങ്ങളൊന്ന് നെറ്റിലൊക്കെ അടിച്ചു നോക്കിയാൽ അതിന്റെ ഇമേജുകൾ കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മൂന്നെണ്ണത്തിലും വരുന്നുണ്ട്. എന്തൊക്കെയാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ?
അടുത്ത ദിവസം വരുമ്പോ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സില് 7th പോയിന്റോ 7th പോയിന്റിൽ എന്താ പറയുന്നോ, നമ്മുടെ ഈ ഒരു ഓഫ് ദി സ്ട്രക്ചർ. ഇപ്പൊ നമ്മളൊരു ബിൽഡിംഗ് ആവുമ്പോ നമുക്ക് ആ ഒരു ബിൽഡിംഗ് നമുക്ക് പൊളിച്ച് നമുക്കൊരു ഒരു വലിയൊരു ഉപകരണമാണ് നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വേണ്ടതെന്ന് വിചാരിക്കാം. ആ ഒരു ഉപകരണം കൊണ്ടുവരാനായിട്ടുള്ള ഒരു സ്പേസ്, നമ്മുടെ ആ ഒരു ഓപ്പണിംഗ് അല്ലെങ്കിൽ ആ ഒരു വാതിലിന്റെ അവിടെ അത്രയും സ്പേസ് ഇല്ലെങ്കിൽ നമുക്ക് അത് അകത്തേക്ക് കയറ്റാൻ പറ്റുമോ? ഇല്ല അല്ലെ. അതേസമയം നമ്മുടെ ഈ ഒരു എന്താണ് മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ ആണെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റീൽ ഫർണിഷിംഗ് ആണ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത് എന്ത് ചെയ്യാം, ആവശ്യമനുസരിച്ച് ആ ഓപ്പണിംഗ് എത്ര വേണമെങ്കിലും നമുക്ക് നീട്ടുകയോ ചെറുതാക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പൊ ഏതൊരു വലിയ ഇൻസ്ട്രുമെന്റ് ഉപകരണങ്ങളാണെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പണിംഗ് നമുക്ക് വളരെ നല്ല രീതിയിൽ നൽകാൻ സാധിക്കും. ക്ലിയർ ആയോ ആഷിൽ? Actually, okay. Okay, thank you.